കുത്തിത്തിരിപ്പിനും അസൂയക്കും മരുന്നില്ല ബിന്നി. ശരിക്കും പറഞ്ഞാൽ അക്ബർ ബിന്നിക്ക് കറക്റ്റ് പേര് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, കുത്തിത്തിരിപ്പ് എന്നുള്ളത്. കാരണം സാധാരണ നമ്മൾ ബിഗ് ബോസ് ഷോ അവസാനിച്ച് കഴിയുമ്പം പ്രേക്ഷകരോടാണ് പറയുന്നത്, ഏതാ ഷോ അവസാനിച്ചു, ഇനി നിങ്ങൾ തമ്മിൽ തല്ലി ചാകണ്ട എന്നുള്ളത്. പക്ഷേ ഇത്തവണ നമുക്ക് എന്താ പറയുക, കണ്ടസ്റ്റൻസിനോട് അത് പറയേണ്ട ഗതികേടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ബിന്നി മാത്രമല്ല, കുറച്ച് എക്സ് കണ്ടസ്റ്റൻസ് അനുമോളോട് അസൂയുള്ളവർ അനുമോൾക്കെതിരെ ഓരോരോ പ്രചരണങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പി ആറുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു മെയിൻ ആരോപണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രോഫി വിൻ ചെയ്ത ശേഷം അഞ്ജനയുമായിട്ടുള്ള ഒരു ലൈൻ കട്ട് എന്ന് പറഞ്ഞൊരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ ഏഷ്യാനെറ്റിനകത്ത്. അപ്പോൾ അതിനകത്ത് അനുമോളടുത്ത് പി ആറുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അനുമോൾ പറയുന്നുണ്ട്, 16 ലക്ഷത്തിൻ്റെ കാര്യം എനിക്കറിയില്ല, 15 ലക്ഷമാണെങ്കിൽ ഓക്കെ, കാരണം 15 ലക്ഷത്തിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഓഫറുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. 15 ലക്ഷത്തിൻ്റെ ചെയ്യാം, 21 ലക്ഷത്തിൻ്റെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫറുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനതൊന്നും ചെയ്തില്ല, എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, വേറെ ആളുടെ പി ആർ നിങ്ങൾ ഏറ്റെടുത്തോ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 1 ലക്ഷം രൂപ മാത്രമാണ് 1 ലക്ഷം രൂപയുടെ പി ആർ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. 50,000 കൊടുത്തു, ബാക്കി 50,000 വന്ന് ഈ പരിപാടി കഴിഞ്ഞ ശേഷം കൊടുക്കും എന്നാണ് പറഞ്ഞതെന്നാണ് അഞ്ജനയോട് അവന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവർ ഈ ബിന്നി അടക്കമുള്ളവർ ഈ പറഞ്ഞതിനെ എഡിറ്റ് ചെയ്തിട്ട്, അതായത് 16 ലക്ഷത്തിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, 15 ലക്ഷമാണെങ്കിൽ ഓക്കെ എന്ന് പറയുന്ന സംഭവം എഡിറ്റ് ചെയ്തിട്ട് അവന് 5 ലക്ഷം കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ എന്നൊക്കെയാണ് ബിന്നി പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത് സത്യം തെളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമൊക്കെ ആയിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് ബിന്നി എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. എന്നിട്ട് ആര് പറയുന്നതാണ് സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയണം. അങ്ങനെയായിരിക്കും ഞാൻ അപ്പാനി പോയ വീക്കിലാണ് അത് എന്നോട് പറഞ്ഞത്. അപ്പാനിയുടെ അതേ പി ആർ തന്നെയാണ് അനുമോക്കും ചെയ്യുന്നത്. അപ്പാനി പോയി, ഇനിയിപ്പൊ ഞാൻ എങ്ങനെ സേഫ് ആയിട്ട് ഇവിടെ നിൽക്കും? അപ്പോൾ അപ്പാനി പോയ വീക്കിലാണ് പറഞ്ഞത്, അപ്പാനിയുടെ പി ആർ തന്നെയാണ് അനുവിൻ്റെ പി ആറും. അപ്പോൾ അപ്പാനി പോയി, ഇനി ഞാൻ എങ്ങനെ ഇവിടെ സേഫായി നിൽക്കും എന്ന് അനു പറഞ്ഞു എന്ന്. ശരിക്കും വ്യക്തമായിട്ട് കേട്ടല്ലോ. അപ്പോൾ ഇത് ബിന്നിയാണ് പറഞ്ഞുണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം അനു ബിന്നിയോട് പറഞ്ഞു എന്ന്. ഒരു ബി പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഒരു സമയത്ത് പോലും അനു ഈ ബിഗ് ബോസ് ഹൗസിൽ ബിന്നിയായിട്ട് കൂട്ടുണ്ടായിരുന്നില്ല. ബിന്നി എപ്പോഴും അക്ബറിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് പോലും ബിന്നിയും അനു ഒരു കൂട്ടായിരുന്ന് ഇങ്ങനെ ഒരു രഹസ്യം പറയുമെന്ന് എനിക്ക് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ തോന്നിയിട്ടില്ല. പിന്നെ ആരെയും പറയുന്നത് എവിടുന്നേലും ഒളിഞ്ഞു കേട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നതാകാനേ ചാൻസ് ഉള്ളൂ. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം അപ്പാനി ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാനും അനുമോൾക്ക് ഒരേ പി ആർ, അങ്ങനെ ശരിക്കും പി ആർ ഉണ്ടായിരുന്നോ? എനിക്ക് ഇല്ലായിരുന്നു. ബിന്നിക്ക് ഇത്രാമത്തെ ദിവസമാണ് ബിന്നിക്ക് ഇത് പറയാൻ തോന്നി. അപ്പോൾ കേട്ടല്ലോ, അപ്പാനിക്കും അനുവിൻ്റെയും പി ആർ ഒന്നല്ല. അപ്പോൾ പിന്നെ അപ്പാനി പോയതിന് അനു ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? അവിടെ തന്നെ ബിന്നിയുടെ കള്ളം പൊളിഞ്ഞില്ലേ? അപ്പാനിയുടെ പി ആർ അല്ല അനുവിൻ്റെ പി ആർ എങ്കിൽ അപ്പാനി പോകുമ്പോൾ അനു ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യം എന്താ? അനു അന്ന് സങ്കടപ്പെട്ടു, കാരണം അപ്പാനി പോയത് കൊണ്ട്, അല്ലാതെ പി ആർ ആയതുകൊണ്ട് ടെൻഷൻ അടിച്ചതല്ല. എന്നിട്ട് അന്ന് അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കള്ളമാണെന്ന് ഇപ്പോൾ തന്നെ പൊളിഞ്ഞില്ലേ? ഇപ്പം ശൈത്യയുടെ പി ആറും അനുവിൻ്റെ പി ആറും ഒന്നാന്ന് ശൈത്യ തന്നെ പറഞ്ഞു. അപ്പോൾ ഇത് എവിടുന്ന് ബിന്നിക്ക് കിട്ടി? ആക്ച്വലി ഞാൻ പറയട്ടെ, നൂബിൻ ഈ ഫാമിലി വീക്കിൽ എൻ്റർ ചെയ്ത സമയത്ത് അനു നല്ല മുന്നിട്ട് നിൽക്കുവാനും ട്രോഫി വിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ ശേഷം ബിന്നിക്ക് തോന്നിയ ചെറിയൊരു അസൂയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ നിന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ചിലപ്പം ഈ അനു പറഞ്ഞിട്ടുണ്ടാകും ഇത് 15 ലക്ഷത്തിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടെന്ന്. ചിലപ്പോൾ അത് എവിടുന്നും ഒളിഞ്ഞു തെളിഞ്ഞുമൊക്കെ കേട്ടിട്ട് അത് 15 ലക്ഷം കൊടുത്തു എന്നാക്കി തീർത്തതായിരിക്കും. കാരണം ഇതിനകത്ത് ഷാനവാസിൻ്റെ അടുത്ത് അന്ന് ലാലേട്ടൻ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നത് എൻ്റെ അടുത്ത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഷാനവാസിക്കയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അനു ഇക്കാര്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനവാസിനോടും ഈ 15 ലക്ഷം തന്നെയല്ല പറയേണ്ടത്. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് 1 ലക്ഷം എന്നും ബിന്നിയുടെ അടുത്ത് 15 ലക്ഷം എന്നും വേറെ ആളടുത്ത് 20 ലക്ഷം എന്നും അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും കൃത്യമായ എമൗണ്ട് അല്ലേ പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ ഷാനവാസിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്ന മറുപടിയും കൂടെ നിങ്ങൾ കേൾക്ക്. സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ ഒത്തിരി ക്യാഷൊന്നും കൊടുക്കാൻ എൻ്റെ കയ്യിൽ ക്യാഷില്ലേക്കാം, പക്ഷെ ഞാൻ എൻ്റെ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു എമൗണ്ട് അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റേ അത് വളരെ ചെറിയൊരു എമൗണ്ട് ആണ്. ഇനി പോയിട്ട് വേണം എന്തെങ്കിലുമൊക്കെ അയാൾക്ക്. 16 ലക്ഷം വളരെ ചെറിയ എമൗണ്ട് ആണോ? അല്ല, ആ എമൗണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ബിന്നി പറഞ്ഞോണ്ട് ചോദിച്ചു. അപ്പോൾ കേട്ടല്ലോ, ആ ഒരു എമൗണ്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് കറക്റ്റ് 1 ലക്ഷം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. 50,000 കൊടുത്തു, ബാക്കി ചെന്നിട്ട് അയാൾക്ക് കൊടുക്കുന്നത്. ബിന്നിക്ക് ഈ 16 ലക്ഷത്തിൻ്റെ കണക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ബിന്നി പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ട് 16 ലക്ഷം ഞാൻ പറഞ്ഞുണ്ടാക്കിയ കണക്കല്ല എന്നൊക്കെ അനു പറഞ്ഞു. അനുവും ബിന്നി ഒരു തരത്തിൽ അവിടെ ഒരു കൂട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പറയാൻ വേണ്ടി. ചിലപ്പം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക
ഒരു അറ്റവും മൂലയും കേട്ടിട്ട് ഉണ്ടാക്കി പറഞ്ഞിരിക്കാണ് ചാൻസ്. ഇപ്പം മോഹൻലാൽ തന്നെ ഒരു കഥയുണ്ടാക്കി ഓരോരുത്തരെ കൂട്ടി പറയിക്കുമ്പം കാ എന്നുള്ളത് കാക്കയും പൂച്ചയൊക്കെ ആക്കുന്നതാണെന്നില്ലേ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലവും കേട്ടിട്ട് ഉണ്ടാക്കിയ കഥയായിരിക്കാനേ ചാൻസ് ഉള്ളൂ എന്ന് എനിക്ക് തോന്നി ഇതൊക്കെ കേട്ടിട്ട്. പിന്നെ ബിന്നിക്കും ഈ ശൈത്യക്കും എന്താ പറയുക, ഈ ആരോ ട്രോഫി വിൻ ചെയ്തിട്ടുള്ള അസൂയ നമുക്കറിയാം, അമ്മാതിരി അസൂയയും ഇതുമാണ്. അതുകൊണ്ടാണ് ഗെയിം കഴിഞ്ഞിട്ട് ഒട്ടും അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. അല്ലാതെ അനുവിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കണം എന്നുള്ള ഇതാണെങ്കിൽ എന്തുകൊണ്ട് അനീഷിൻ്റെ കള്ളത്തരം പൊളിച്ചെടുക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല? ഈ പറഞ്ഞ അനീഷ് 3 ദിവസം മുമ്പ് മാത്രമാണ് എന്നെ വിളിച്ചതെന്ന് PR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ അമ്മാതിരി കള്ളം, നട്ടാക്കുരിക്കാത്ത കള്ളം പറഞ്ഞിട്ട് അതൊക്കെ ലാലേട്ടൻ അവിടെ പൊളിച്ചടിക്കുന്നതല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ച് ഇവർ സമയം കളയുന്നില്ലല്ലോ. അതിന് പകരം അനീഷിൻ്റെ ജയവും ഇതൊക്കെയാണല്ലോ ഇവർ എന്താ പറയുക സ്റ്റോറി ഇട്ട് നടക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അതാണ് പറഞ്ഞ അസൂയ. അതായത് അനുവിൻ്റെ ജയം അവർക്ക് അംഗീകരിക്കാൻ വയ്യ, അതിന് വേണ്ടിയാണ് അനീഷിൻ്റെ ജയം അവർ ആഘോഷിക്കുന്നത്. അതായത് അനീഷിനോടുള്ള സ്നേഹവും ഇതും കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഏത് പൊട്ടനും മനസ്സിലാവും. ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ അനുവിൻ്റെ ജയം അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അനീഷിൻ്റെ ജയത്തെ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ.